പ്രിയമുള്ളവരെ, നമ്മൾ ദൂരത്തുനിന്ന് കണ്ടാൽ നെൽകൃഷി ചെയ്തതാണെന്ന് തോന്നും ഇവിടെ. അതല്ല, അത് വളരെ മനോഹരമായിട്ട് നമ്മുടെ വെളുത്തുള്ളി കൃഷി ചെയ്തതാണ് ഇവിടെ. നന്നായി നല്ല മണ്ണൊരുക്കി നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ഏകദേശം വിളവെടുക്കാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും അടുത്ത സമയങ്ങളിലായിട്ടൊക്കെ വിളവെടുപ്പ് നടക്കും. നന്നായി നല്ല മനോഹരമായി കൃഷി ചെയ്തിട്ടുണ്ട്. ഓരോ തട്ടിലും വേറെ വേറെ കൃഷികളാണ് ഇവർ ചെയ്യുന്നത്. വലിയ ഉള്ളി ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെ ബീട്രൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ തോട്ടങ്ങളിലൊക്കെ വരുമ്പോൾ കാണുന്നത് ഇതിന്റെ ഇടയിലൊന്നും ഒരു കളയും കാണാനില്ല എന്നുള്ള. കാരണം ഇവിടെ കൂടുതലും കൃഷി ചെയ്യുന്നതായിട്ട് നമ്മൾ കർഷകരായിട്ട് കണ്ടിട്ടുള്ളത് സ്ത്രീകളെയാണ്. കുറെ ചേച്ചിമാർ ഇവിടെ ഈ വെയിലും കൊണ്ട് നന്നായി അധ്വാനിക്കുന്നുണ്ട്. അവരൊക്കെ പറിച്ചു കളയുന്നതാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതിന്റെ അകത്ത് കള എന്നൊരു സംഭവമില്ല. വളരെ മനോഹരമായിട്ടാണ് കൃഷി ചെയ്തിട്ട് അതിന്റെ അകലം പാലിച്ചതും ഇതിന് ഭാരമെടുത്തതും എല്ലാം വളരെ മനോഹരമായിട്ടാണ്. ഈ തട്ടുതട്ടായിട്ടുള്ള സ്ഥലത്തിന് അതിന്റെ ആ പ്രകൃതി ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ നന്നായിട്ട് തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മൾ പലരും ഊട്ടി കാണാൻ വരുന്നവരാണ്. ഊട്ടി കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അവിടെ സൂയിസൈഡ് പോയിന്റും അവിടെ പിന്നെ മറ്റ് നല്ല കാണാൻ ഭംഗിയുള്ള പ്രകൃതിയുള്ള നല്ല സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് തിരിച്ചു പോരാ ചെയ്യാം. പക്ഷെ അതല്ല, ഇതിന്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ഇതുപോലെ ധാരാളം നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട്, നല്ല കർഷകരെ കാണാനുണ്ട്. പിന്നെ എങ്ങനെയാണ് കൃഷി ഇറക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അറിവുകൾ നേടാൻ കഴിയും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഉൾപ്രദേശങ്ങളിലേക്കൂടെ ഇറങ്ങി ചെല്ലുക, കർഷകരെ നേരിട്ട് കാണുക, കർഷകരുമായിട്ട് സംവദിക്കുക. നമുക്കും എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുക. അത് മാത്രമല്ല, നമ്മുടെയൊക്കെ ഭൂമി നമ്മൾ വന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഭൂമി പുല്ലുകൾ നിറഞ്ഞും കളകൾ നിറഞ്ഞും വളരെ മോശമായ അവസ്ഥയിലായിരിക്കും. എങ്ങനെ ഇത്തരം ഭംഗിയായിട്ട് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാം, നമ്മളെ കൃഷി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ വന്ന് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ ആരോഗ്യവും. നമ്മൾ ഇതുപോലെ നല്ല വൃത്തിയിൽ നല്ല കളകളൊക്കെ പറിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മുടെ പറമ്പിൽ മറ്റേ കളകൾ ഉണ്ടാവില്ല. നല്ല ആരോഗ്യമുള്ള ചെടികളെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും. അതോടൊപ്പം നമ്മളും നല്ല ആരോഗ്യമുള്ളവരായിട്ട് വളരാൻ പറ്റും. നമ്മളെ മക്കളെയും നാളെ ക്യാൻസർ സെന്ററിലേക്ക് വിടാതെ നല്ല ആരോഗ്യമുള്ള മക്കളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. പുതിയ പുതിയ കൃഷിയിടങ്ങൾ തേടിയുള്ള ഞങ്ങളെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അടുത്തൊരു കൃഷിത്തോട്ടത്തിൽ വെച്ച് കാണാം. ബൈ.